ഇപ്പോൾ രണ്ടുപേർ ഈ അപകടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്ഭുതകരമായി 2 പേർ രക്ഷപ്പെട്ടിരിക്കുന്നു. എമർജൻസി എക്സിറ്റ് വഴി 2 പേർ രക്ഷപ്പെട്ടിരിക്കുന്നു ഈ വലിയ വിമാന ദുരന്തത്തിൽ നിന്നും എന്നുള്ളത് നിർണായകമായ ഏറ്റവും പ്രധാനമായ വാർത്തയാണ്. സെക്കൻഡുകൾ മാത്രം കൊണ്ട് അപകടത്തിൽപ്പെട്ട് കത്തിയമർന്ന ആ വിമാനത്തിൽ നിന്ന് 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള അങ്ങേയറ്റം ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നു. ധനസുമോദ് ഉണ്ട്. ധനസുമോദ്, എമർജൻസി എക്സിറ്റ് വഴി ആ 2 പേർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്? ഇവർക്ക് ഇപ്പോൾ എന്താണ് ഇവരുടെ ആരോഗ്യനില, എവിടെയാണുള്ളത്, ഏത് ആശുപത്രിയിലാണുള്ളത്, വിശദാംശങ്ങൾ എന്താണ്? വളരെ അത്ഭുതകരമായി 2 പേർ രക്ഷപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. പോലീസ് കമ്മീഷണർ GS മാലിക്കാണ് ഇക്കാര്യം പറഞ്ഞത്. നേരത്തെ ഈ GS മാലിക് തന്നെ മറ്റൊരു വാർത്താ ഏജൻസിയോട് പറഞ്ഞപ്പോഴാണ് എല്ലാവരും മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം, ആരെയും ജീവനോട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞ് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച ഒരാൾക്ക് ജീവനുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ എമർജൻസി വിൻഡോയ്ക്ക് അടുത്ത് ഉണ്ടായിരുന്ന 11A സീറ്റിൽ യാത്ര ചെയ്ത രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടിയാണ് കമ്മീഷണർ GS മാലിക് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും മരിച്ചുപോയി, ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന വളരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തത്തിൽ നിന്നും ഇപ്പോൾ 2 പേർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം പകരുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ GS മാലിക് ഇപ്പോൾ വാർത്താ ഏജൻസിയായ ANIയോടും പങ്കുവച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ത്യ ടുഡേ കൊടുക്കുന്നത് ഒരാളുടെ രക്ഷപ്പെട്ടു എന്നത്. കമ്മീഷണർ, അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ GS മാലിക് said that one passenger survived the Air India plane crash, ന്യൂസ് ഏജൻസി ANI റിപ്പോർട്ടർ. അത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം എന്നുള്ള സൂചന ഇപ്പോഴുണ്ടെങ്കിലും അത് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു സംഗതിയാണ്. ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശയും ഒരു പക്ഷേ വലിയ ദുഃഖവും നിറഞ്ഞൊരു വാർത്തയായിരുന്നു. പക്ഷെ ഒരാളെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ഒരാളെങ്കിലും അതിനകത്ത് ബാക്കിയാകുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായൊരു കാര്യമാണ്. ഇതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ GS മാലിക് തന്നെയാണ്. ഈ രക്ഷപ്പെട്ടയാൾ ഇപ്പോൾ എവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ, ഇതൊക്കെ സംബന്ധിച്ചുള്ള വ്യക്തത വരണമെങ്കിൽ കൂടിയും ഒരാൾ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടിരിക്കുന്നു. അതാരാണ്, പുരുഷനാണോ സ്ത്രീയാണോ കുഞ്ഞാണോ എന്നൊന്നും ഇപ്പോൾ നമ്മുടെ മുന്നിൽ വ്യക്തതയില്ല. പക്ഷേ ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു, അത് 2 എന്നുള്ള വിവരവുമുണ്ട്. നമുക്കതിൽ അല്പസമയത്തിനകം തന്നെയെങ്കിലും ഒരു വ്യക്തത വരുത്താൻ കഴിയുമോ സുമോദ്?